ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാമിന് സോഷ്യൽ സയൻസിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മൾ 3 പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാൻ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇതിലെ ആദ്യത്തെ ചോദ്യം, വാട്ട് വർ നോൺ ആസ് മഹാജനപദാസ്? മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? As a result of Aryan expansion to Gangetic plains by the 6th century BC, several agricultural lands and settlements were formed in the region. These settlements with newly developed trading centers and towns were known as Janapadas. 16 Janapadas gained prominence among them and came to be known as Mahajanapadas. ആര്യന്മാരുടെ വ്യാപനത്തെ തുടർന്ന് BC 6ാം നൂറ്റാണ്ടോടുകൂടി ഗംഗാ സമതലത്തിൽ കാർഷിക മേഖലകൾ രൂപപ്പെട്ടു തുടങ്ങി. ഗംഗാ സമതലത്തിൽ ഇങ്ങനെ രൂപം കൊണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള കാർഷിക മേഖലകളെയാണ് നമ്മൾ മഹാജനപദങ്ങൾ എന്ന് വിളിച്ചത് അല്ലേ? പ്രധാനമായും 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, കാർഷിക മേഖലകളൊക്കെ രൂപപ്പെട്ടു തുടങ്ങി. ആ കാർഷിക മേഖലകളെ നമ്മൾ കൈമാറ്റ കേന്ദ്രങ്ങളൊക്കെ നമ്മൾ വിളിച്ചത് ജനപദങ്ങൾ എന്നായിരുന്നു. ആ ജനപദങ്ങളിൽ 16 മഹാജനപദങ്ങളാണുള്ളത്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്, ഏറ്റവും പ്രബലമായ മഹാജനപദ ഏതാണ്? മഗധയായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പാഠത്തിൽ പഠിച്ചതാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം. ബുദ്ധിസം സ്ഥാപിച്ചത് ആരാണ്? ഗൗതമ ബുദ്ധ. മറക്കരുത്, ഗൗതമ ബുദ്ധയാണ് ബുദ്ധിസം സ്ഥാപിച്ചത്. ദ പ്രൊപ്പഗേറ്റർ ഓഫ് ജൈനിസം. ജൈനമതത്തിൻ്റെ പ്രചാരകൻ ആരായിരുന്നു? വർദ്ധമാന മഹാവീര. വർദ്ധമാന മഹാവീരയാണ് പ്രൊപ്പഗേറ്റർ ഓഫ് ജൈനിസം എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫൗണ്ടർ ഓഫ് ബുദ്ധിസം. ഫൗണ്ടർ ഓഫ് ബുദ്ധിസം ആരായിരുന്നു? ഗൗതമ ബുദ്ധ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി 8 ഫോൾഡ് പാത്ത് ഓഫ് ശ്രീ ബുദ്ധ? ശ്രീ ബുദ്ധൻ്റെ 8 ഫോൾഡ് പാത്ത് എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു? റൈറ്റ് വ്യൂ, റൈറ്റ് ഇൻറ്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലിവിങ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് തിങ്കിങ്, റൈറ്റ് മെഡിറ്റേഷൻ. ഇതൊക്കെയായിരുന്നു ശ്രീബുദ്ധൻ്റെ 8 ഫോൾഡ് പാത്ത്. അടുത്ത ചോദ്യം എന്താണ്? ഹു വർ ദി സ്കോളേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ നവരത്ന? പണ്ഡിത സദസ്സിലെ നവരത്നങ്ങൾ ആരൊക്കെയാണ്? കാളിദാസൻ, ഘടകർപ്പരൻ, ശബണകരൻ, വരരുചി വരാഹമിഹിരൻ, വേതാളഭടൻ, ധന്വന്തരി, അമരസിംഹൻ, ശങ്കു. ഇവരൊക്കെയായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങൾ. ആറാമത്തെ ചോദ്യം നോക്കൂ. മഗധ ഹാഡ് ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് എ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ ലാർജ് ഡെപ്പോസിറ്റ് മഗധയിലുണ്ടായിരുന്നു. വലിയ തോതിലുള്ള നിക്ഷേപണം. അത് ഏത് മെറ്റലായിരുന്നു? അയൺ, ഇരുമ്പായിരുന്നു അത്. 7th ക്വസ്റ്റ്യൻ വാസ് ദി എമർജൻസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ദ നീഡ് ഓഫ് ദി പീരീഡ്. ആ കാലഘട്ടത്തിൽ ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും എമർജൻസ്, അവരുടെ വരവ് ആവശ്യമായിരുന്നു. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരം വിലയിരുത്താനാണ് പറഞ്ഞത്. ഇനിക്വാളിറ്റി എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് മഹാവീര ആൻഡ് ബുദ്ധ. മഹാവീരൻ്റെയും ബുദ്ധൻ്റെയും കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വിവേചനങ്ങളും സമൂഹത്തിലുണ്ടായിരുന്നു. ദ ലൈഫ് ഓഫ് ദി കോമൺ മാൻ വാസ് ക്വൈറ്റ് മിസറബിൾ. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരുന്നു. ബുദ്ധ ആൻഡ് മഹാവീര വർ അൺഹാപ്പി ആൻഡ് വറീഡ് അബൌട്ട് ദി സഫറിങ് ഓഫ് ദി പീപ്പിൾ. ബുദ്ധയും മഹാവീരയൊക്കെ വളരെ സങ്കടത്തിലായിരുന്നു. കാരണം അവർ ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ച് അവർക്ക് ഭയങ്കര വിഷമായിരുന്നു. ദ തോട്ട് ഓഫ് ദി വേസ് ടു റിലീവ് ദം ഓഫ് ദിയർ സഫറിങ്. ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവരെങ്ങനെ മോക്ഷം നേടാം, അല്ലെങ്കിൽ അവരെങ്ങനെ രക്ഷിക്കാമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ദേ പ്രീച്ച് ദിയർ ഐഡിയോളജി അഗെയിൻസ്റ്റ് ദി ഈവൽസ് ഓഫ് ദി സൊസൈറ്റി. അവർ ഈ സമൂഹത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെയൊക്കെ ആയിട്ട് കുറച്ച് ഐഡിയോളജീസ്, അവരുടെ കുറച്ച് ഐഡിയകൾ മുന്നോട്ട് വെച്ചു. മഹാവീര ആൻഡ് ബുദ്ധ ഗീവ് ഇമ്പോർട്ടൻസ് ടു അഹിംസ. മഹാവീരയും ബുദ്ധയും രണ്ടുപേരും പ്രാധാന്യം നൽകിയത് അഹിംസയ്ക്കായിരുന്നു. ഇറ്റ് വാസ് വൈഡ് സ്പ്രെഡ് ആനിമൽ സാക്രിഫൈസ് ദാറ്റ് പ്രോംപ്റ്റഡ് ദം ടു സ്പ്രെഡ് ദി ഡോക്ട്രീൻ ഓഫ് അഹിംസ. വ്യാപകമായ മൃഗബലിയാണ് അഹിംസ പ്രചരിപ്പിക്കാൻ വർദ്ധമാന മഹാവീരനെയും ശ്രീബുദ്ധനെയും പ്രേരിപ്പിച്ചത്. Thus, the emergence of Buddhism founded by Gautama Buddha and Jainism founded by Mahavira was the need of the period. ഗൗതമ ബുദ്ധ സ്ഥാപിച്ച ബുദ്ധിസവും വർദ്ധമാന മഹാവീര സ്ഥാപിച്ച ജൈനിസവും ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അവർക്ക് അങ്ങനെ വേണമായിരുന്നു. കാരണം സമൂഹത്തിൽ ഭയങ്കര തരത്തിലുള്ള അനാചാരങ്ങളും അസമത്വങ്ങളും എല്ലാം ഉള്ളൊരു കാലഘട്ടത്തിലായിരുന്നു ഗൗതമ ബുദ്ധയും മഹാവീരയൊക്കെ
ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഇതൊന്നും കണ്ടിട്ട് അവർക്ക് സഹിക്കുന്നില്ല. കാരണം ജനങ്ങളെല്ലാം പ്രയാസത്തിലാണ്. ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസകരമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അഹിംസ മുന്നോട്ട് കൊണ്ടുവന്നു. അവരുടെ കുറേ ആശയങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഈ അനാചാരങ്ങളും അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കാൻ, സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. 8th question, tabulate the features of socio-economic life of the people during Mauryan period. മൗര്യ ഭരണ കാലഘട്ടത്തിൽ മനുഷ്യരുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. ഡ്യൂറിങ് ദ മൗര്യ പീരീഡ് സോഷ്യൽ സ്ട്രാറ്റിഫാക്ഷൻ ബേസ്ഡ് ഓൺ ചാതുർവർണ്ണ്യ ഡോക്ട്രിൻ പ്രിവീൽഡ്. ചാതുർവർണ്ണ്യം നിലനിന്നിരുന്നു. ശൂദ്രാസ് വർ കൺഫൈൻഡ് ടു അഗ്രികൾച്ചറൽ വർക്ക്. അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഫ്ലറിഷ്ഡ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അഗ്രികൾച്ചറിൽ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ജാതിക്കാർ എന്നറിയപ്പെടുന്നവരായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ശൂദ്രന്മാർ, അവരായിരുന്നു ഈ കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃഷിയും അതോടൊപ്പം തന്നെ കച്ചവടം വന്നു. കൂടാതെ ബെറ്റർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ പ്രോഗ്രസ്സിനായിട്ട്, ഡെവലപ്മെൻറ്റിനായിട്ട് ബെറ്റർ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, നല്ല ജലസേചന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹാൻഡിക്രാഫ്റ്റ്സ് ലൈക്ക് സ്വിങ് ആൻഡ് വീവിങ് എക്സിറ്റ്സ്. ഹാൻഡിക്രാഫ്റ്റ്സ് വന്നു. കോയിൻസ് വർ യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻസ് നടത്തുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പീടികയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാറില്ല, അതേപോലെ കോയിൻ ട്രാൻസാക്ഷൻസ് വന്നു തുടങ്ങി. സെവറൽ റോഡ്സ് വർ കൺസ്ട്രക്റ്റഡ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് ട്രേഡ്. കച്ചവടത്തിന് പുരോഗതിക്കായിട്ട് റോഡുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ബുദ്ധിസം ആൻഡ് ജൈനിസം ബിക്കേം മോർ പോപ്പുലർ. ബുദ്ധിസം ജൈനിസം ഒന്നും കൂടി പോപ്പുലറായി. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ചാതുർവർണ്ണ്യം നിലനിന്നിരുന്നു. പിന്നെ ജൈന ബുദ്ധ മതങ്ങൾ കൂടുതൽ പ്രചാരം നേടി. കൃഷി ജലസേചന പുരോഗതി പ്രാപിച്ചു. ജലസേചനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറിഗേഷനാണ്. പിന്നെ വാണിജ്യം, കച്ചവടം അതൊക്കെ എന്തു ചെയ്തു? അഭിവൃദ്ധി പ്രാപിച്ചു, കുറച്ചും കൂടി സ്ട്രോങ് ആയി. പിന്നെ നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. വാസ്തുകലയും ശില്പകലയും വികസിച്ചിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് വർ ദി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് തിണ. ഓരോ തിണകളുടെയും ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തായിരുന്നു? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. കുറിച്ചി എന്ന് പറയുന്നത് മലകൾ അഥവാ മലയോരങ്ങളായിരുന്നു. ഹില്ലി സോൺസ് ആണ്. മുല്ലൈ കാട്, പുൽമേട്, ജംഗിൾസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ്. പാലൈ വരണ്ട പ്രദേശമായിരുന്നു. പാലൈ എന്ന് പറയുന്നത് ഡ്രൈ ലാൻഡാണ്. മരുതം അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, വയലുകളായിരുന്നു. നെയ്തൽ കോസ്റ്റൽ സോൺസ് ആണ്, തീരപ്രദേശങ്ങളാണ്. നമ്മൾ പറഞ്ഞു കുറിച്ചി എന്താണ്? മലകൾ അഥവാ മലയോര പ്രദേശങ്ങളാണ്. ഹില്ലി സോൺസ് ആണ്. അവിടെ നിലനിന്നിരുന്ന പ്രധാന തൊഴിൽ എന്ന് അറിയുന്നത് വേട്ടയാടൽ, കൃഷി, പിന്നെ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണം. ഇതൊക്കെയാണ് കുറിച്ചിയിൽ നടന്നിരുന്നത്. കുറിച്ചി എന്താണ്? ഹില്ലി സോൺസ് ആട്ടോ. ഈ മുല്ലയിൽ എന്താണ്? കാട്, പുൽമേട് അതൊക്കെയാണ്. അവിടെ നിലനിന്നിരുന്ന തൊഴിൽ എന്ന് പറയുന്നത് കാലി വളർത്തലാണ്. പാലൈ വരണ്ട പ്രദേശമാണ്. അവിടെ കവർച്ചയും കൊള്ളയും നടന്നിരുന്നു. പണ്ട് കാലങ്ങളിൽ അവിടെ കൂടുതൽ കവർച്ചയും കൊള്ളയായിരുന്നു നടന്നിരുന്നത്. ഇനി മരുതം നമുക്കറിയാം വയൽ പ്രദേശമാണ്, അഗ്രികൾച്ചറൽ ലാൻഡ്സ് ആണ്. അവിടെ നെല്ല്, കരിമ്പ് ഇവയൊക്കെ കൃഷി ചെയ്തു. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. തീരപ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കടലിനോടൊക്കെ അടുത്ത പ്രദേശമാണ്. അവിടെ മീൻപിടുത്തം, ഉപ്പ് നിർമ്മാണം ഇതൊക്കെയാണ് പ്രധാനമായ തൊഴിലുകൾ. അപ്പം നമുക്കറിയാം ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ചാണ് ഓരോ തിണകളിലും ഓരോ തൊഴിലുകൾ പറയുന്നത്. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ മുന്നേ ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ നേരത്തെ ചാതുർവർണ്ണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ചാതുർവർണ്ണം? ചാതുർവർണ്ണം എന്ന് പറഞ്ഞിട്ട് എന്താണ്? സമൂഹത്തിൽ നിലനിന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ജനങ്ങൾ 4 ആക്കി വിഭജിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഇങ്ങനെ 4 ആക്കി തിരിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ ഒരു വിഭജനത്തെയാണ്, ഈ ഒരു ഡിവിഷനെയാണ് നമ്മൾ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. സിമ്പിളാണ്, നിങ്ങളത് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ് പാഠത്തിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വർ ദി മേജർ ഇമ്പാക്ട്സ് ഓഫ് ദി ഷിഫ്റ്റ് ഫ്രം കാറ്റൽ റിയറിംഗ് ടു അഗ്രികൾച്ചർ. കന്നുകാലികളെ വളർത്തുന്നതിൽ നിന്ന് നമ്മൾ കൃഷിയിലേക്ക് മാറിയല്ലേ? അപ്പോഴുണ്ടായ വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചത്. പീപ്പിൾ ഫൗണ്ട് ഔട്ട് സ്യൂട്ടബിൾ പ്ലേസസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ബിഗാൻ ടു സെറ്റിൽ ലൈഫ് ദർ. കൃഷിക്കായിട്ട് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ജനങ്ങൾ അന്വേഷിച്ച് അവരവിടെ സ്ഥിര താമസം ആരംഭിച്ചു. ദിസ് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഇത് കൃഷിയിൽ വലിയ തോതിലുള്ള ഉൽപ്പാദനം ഉണ്ടാക്കി. പീപ്പിൾ ബിഗാൻ ടു എക്സ്ചേഞ്ച് സർപ്ലസ് പ്രൊഡക്റ്റ്. കൂടുതലായി വന്ന സർപ്ലസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായി വന്ന വസ്തുക്കൾ അതൊക്കെ അവർ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, കൈമാറ്റം ചെയ്യാനായിട്ട് തുടങ്ങി. ഇറ്റ് വാസ് ദി ബിഗിനിങ് ഓഫ് ട്രേഡ്. അത് കച്ചവടത്തിൻ്റെ തുടക്കമായിരുന്നു. കാറ്റിൽ വർ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് അതർ പർപ്പസസ്.
കന്നുകാലികൾ കൃഷിക്കും മറ്റാവശ്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചു. ഫാമിലീസ് കെയിം ഇൻ ടു ബീയിങ് വെൻ പീപ്പിൾ ബിഗാൻ ടു സെറ്റിൽ ലൈഫ്. ജനങ്ങൾ സ്ഥിരതാമസം ആരംഭിച്ചപ്പോൾ കുടുംബങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. Occupations such as vessel making and cloth making began to develop due to the shift from cattle rearing to agriculture. കന്നുകാലിയിൽ നിന്ന് കൃഷിയിലേക്ക് മാറ്റം സംഭവിച്ചപ്പോൾ വെസൽ മേക്കിങ്ങും ക്ലോത്ത് മേക്കിങ്ങും അങ്ങനെയുള്ള ഒരുപാട് തൊഴിലുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ദിസ് ബ്രോട്ട് അബൌട്ട് ചേഞ്ചസ് ഇൻ സോഷ്യൽ ലൈഫ്. ഇതെല്ലാം സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി. മനസ്സിലായല്ലോ? നിങ്ങളെന്തായാലും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് വർ ദി major changes that human life underwent as it evolved through the Bronze Age to the Iron Age. ബ്രോൺസ് ഏജിൽ നിന്ന് അയൺ ഏജിലേക്ക് മാറിയപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ ബിഗാൻ മോർ എക്സ്റ്റെൻസീവ്. കൃഷി വ്യാപിച്ചു. സെറ്റിൽഡ് ലൈഫ് ബിഗാൻ. സ്ഥിരവാസം ആരംഭിച്ചു. സർപ്ലസ് പ്രോഡക്ട്സ് വർ എക്സ്ചേഞ്ച്ഡ്. അതായത് കൂടുതലായി വന്നിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി, കൈമാറ്റം ചെയ്യുവാനായിട്ട് തുടങ്ങി. ട്രേഡ് റിലേഷൻസ് വിത്ത് ഫോറിൻ കൺട്രീസ് ബിഗാൻ. ഫോറിൻ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് വന്നു, കച്ചവട ബന്ധങ്ങൾ വന്നു. കോയിൻസ് വർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ നാണയങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. പെയിൻറ്റഡ് ഗ്രേ വെയേഴ്സ് വർ യൂസ്ഡ്. ചായം തേച്ച ചാരനിറ മൺപാത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. യാഗാസ് ബിക്കെയിം പ്രിവലൻറ്റ്. യാഗങ്ങൾ പ്രാധാന്യം കൂടി. From where do we get the information on social life of ancient തമിഴകം? പണ്ട് കാലത്തെ തമിഴകത്തെക്കുറിച്ചുള്ള അവരുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? The major sources on the life of people in ancient തമിഴകം are the മെഗാലിത്സ് ആൻഡ് ദി പഴന്തമിഴ് പാട്ടുകൾ. ഏൻഷ്യൻ്റ് തമിഴ് സോങ്സിനെയാണ് നമ്മൾ പഴന്തമിഴ് പാട്ടുകൾ. അതിൽ നിന്നും മെഗാലിത്തുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് പണ്ട് കാലത്തെ തമിഴകത്തെക്കുറിച്ച് അവരുടെ ജനജീവിതത്തെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത്. Fifth question: what were the features of the life of the people during Rigvedic period? ഋഗ്വേദ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതത്തിന് സവിശേഷതകൾ എങ്ങനെയായിരുന്നു? അവരുടെ ജനജീവിതം എങ്ങനെയായിരുന്നു? കാറ്റിൽ റിയറിംഗ് വാസ് ദി മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് പീപ്പിൾ. മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. പീപ്പിൾ വർ ഓൾസോ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ബാർലി വാസ് ദി മെയിൻ ക്രോപ്പ്. കൂടാതെ ജനങ്ങൾ കൃഷിയിലും ഏർപ്പെട്ടിരുന്നു. ബാർലി ആയിരുന്നു പ്രധാന വിള. The groups of Aryans who reared cattle were known as tribes. കന്നുകാലികളെ വളർത്തിയിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആര്യൻസിനെ നമ്മൾ ട്രൈബ്സ് എന്നാണ് വിളിച്ചത്. ദി chieftain ഓഫ് ഈച്ച് ട്രൈബ് വാസ് നോൺ ആസ് രാജൻ. ഓരോ ട്രൈബിലെയും തലവനെയാണ് നമ്മൾ രാജൻ എന്ന് വിളിച്ചത്. ദ ട്രൈബ്സ് ഫോർട്ട് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ഫോർ ദി പൊസിഷൻ ഓഫ് കാറ്റിൽ. കന്നുകാലിയിൽ മുഖ്യം ലഭിക്കാനായിട്ട് ഈ ട്രൈബ്സ് തമ്മിൽ ഫോർട്ട് ചെയ്യും. അവർ തമ്മിൽ ഫൈറ്റുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. There were battles between Aryan tribes as well as between the Aryans and the non-Aryans. ആര്യൻ ട്രൈബുകൾ തമ്മിലും യുദ്ധങ്ങളുണ്ടായിരുന്നു. കൂടാതെ ആര്യൻസും നോൺ ആര്യൻസും തമ്മിൽ ബാറ്റിൽസ് ഉണ്ടായിരുന്നു. The Aryans possessed horses and weapons made of copper and bones. ഈ ആര്യൻസിൻ്റെ അടുത്ത് കുതിരകളും കൂടാതെ ആയുധങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളാണ്? കോപ്പറും ബ്രോൺസും കൊണ്ട്. With the help of these, Aryans captured the cattle of the defeated non-Aryans. The subjugated people were known as dasas or dasyus. ആര്യന്മാരുടെ അടിമകളെയാണ് ദാസന്മാരെന്നും ദസ്യുകളെന്നും അറിയപ്പെട്ടിരുന്നത്. The Rigvedic people worshipped gods such as Indra, Varuna and Agni and gods such as Aditi and Ushas. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അവരുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു, കാറ്റിൽ റിയറിംഗ് ആയിരുന്നു. കന്നുകാലികളായിരുന്നു സമ്പത്തിൻ്റെ അളവുകോൽ. അതായത് അവരുടെ സമ്പത്തിൻ്റെ പ്രധാന ഭാഗം കന്നുകാലികളെ കൊണ്ടായിരുന്നു. കന്നുകാലികളെ പിടിച്ചടക്കാനായി ആ കാലത്ത് യുദ്ധങ്ങൾ വരെ നടന്നിരുന്നു. ചെമ്പും വെങ്കലവും കൊണ്ടുള്ള ആയുധങ്ങളുണ്ടായിരുന്നു. കുതിരകളെ സവാരിക്കായി ഉപയോഗിച്ചു. അവരുടെ യാത്രയ്ക്കായിട്ടൊക്കെ അവർ കുതിരകളെയാണ് ഉപയോഗിച്ചത്. ആര്യന്മാരുടെ അടിമകളെന്നാണ് ദാസന്മാർ, ദാസികളെ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് അങ്ങനെയുള്ള ദേവിമാരെയും അവർ ആരാധിച്ചിരുന്നു. ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദി മൗണ്ടൻ റേഞ്ച് ദാറ്റ് സെപ്പറേറ്റ് ഏൻഷ്യൻ കോണ്ടിനെൻറ്റ് ആൻഡ് യൂറോപ്യൻ കോണ്ടിനെൻറ്റ്. ഏഷ്യൻ കോണ്ടിനെൻറ്റിനെയും യൂറോപ്യൻ കോണ്ടിനെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മൗണ്ടൻ റേഞ്ച് ഇതാണ്. ഉറാൽ മൗണ്ടൻ റേഞ്ചസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: നെയിം ദി കോൾഡസ്റ്റ് കോണ്ടിനെൻറ്റ്. കോൾഡസ്റ്റ് കോണ്ടിനെൻറ്റ് അന്റാർട്ടിക്കയാണ്. നെയിം ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പീക്ക് ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. എല്ലാവർക്കും അറിയുന്നതാണ്, സിമ്പിളാണ്. സഹാറ ഇസ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദി വേൾഡ്. നമുക്കറിയാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ. ഇൻ വിച്ച് കോണ്ടിനെൻറ്റ് ഈസ് ഇറ്റ് സിറ്റുവേറ്റഡ്? അത് ഏത് കോണ്ടിനെൻറ്റിലാണ്? ആഫ്രിക്കയിലാണ് സഹാറ ഉള്ളത്.
വിച്ച് കോണ്ടിനെൻറ്റ് ഈസ് ഓൾസോ നോൺ ബൈ ദി നെയിം ഓഷ്യാനിയ. ഓഷ്യാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കോണ്ടിനെൻറ്റ് ഉണ്ട്. ഏതാണ്? ഓസ്ട്രേലിയ. വാട്ട് ഈസ് നോൺ ആസ് കോണ്ടിനെൻ്റൽ ഐലൻഡ്. കോണ്ടിനെൻ്റൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ആണ് കോണ്ടിനെൻ്റൽ ഐലൻഡ് എന്നറിയപ്പെടുന്നത്. ഓഷ്യാനിയ എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ്. കോൾഡസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെൻ്റ് അന്റാർട്ടിക്കയാണ്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇനി നിങ്ങൾക്കായിട്ടൊരു ചോദ്യം തരാം. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം? ബുദ്ധിസത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്